കോടതി തന്നെ അങ്ങനെ പരമാവധി ശിക്ഷ നൽകേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് എത്തിയിട്ടുണ്ട്. അതിന് കോടതി തന്നെ കുറേയധികം കാരണങ്ങൾ കൂടി പറയുന്നുണ്ട്. ഇതിനകത്ത് ഒന്നാം പ്രതി ഒഴികെയുള്ള ബാക്കിയുള്ളവർക്ക് മറ്റു ക്രിമിനൽ പശ്ചാത്തലമില്ലെന്ന വാദം കോടതി പരിഗണിക്കുന്നുണ്ട്. ഒപ്പം തന്നെ 40 വയസ്സിൽ താഴെയാണ് എല്ലാ പ്രതികളുടെയും പ്രായം. ഒപ്പം തന്നെ ഈ ചില ആളുകളുടെ നേരത്തെ ശിക്ഷാവിധി സംബന്ധിച്ചുള്ള വാദം കേൾക്കുന്ന സമയത്ത് പല ആളുകളും അവരുടെ വീട്ടിലെ സാഹചര്യങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതുൾപ്പെടെ കോടതി പറഞ്ഞിട്ടുണ്ട്. പ്രതികളുടെ പ്രായം, അവരുടെ കുടുംബ സാഹചര്യം, ഒന്നാം പ്രതി ഒഴികെയുള്ള ബാക്കിയുള്ളവർക്ക് മറ്റു ക്രിമിനൽ പശ്ചാത്തലമില്ല എന്ന വാദം ഉൾപ്പെടെ കോടതി പരിഗണിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ 40 വയസ്സിൽ താഴെ ആണ് എല്ലാ പ്രതികളുടെയും പ്രായം. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മാനസാന്തരപ്പെടാനുള്ള സാധ്യത ഉൾപ്പെടെ പ്രോസിക്യൂഷന്റെ വാദത്തെ എതിർത്തുകൊണ്ട് പ്രതിഭാഗം രാവിലെ തന്നെ കോടതിയിൽ വാദിച്ചു. ഇതെല്ലാം കോടതി പരിഗണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം വസ്തുതകൾ കണക്കിലെടുക്കുമ്പോൾ പരമാവധി ശിക്ഷ, അത് ജീവപര്യന്തം ഉൾപ്പെടെയുള്ള ശിക്ഷ നൽകേണ്ട സാഹചര്യമില്ല എന്ന് കോടതി വിലയിരുത്തിക്കൊണ്ടാണ് ഈ ശിക്ഷാവിധി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്.